കുറെ കാലങ്ങൾക്ക് ശേഷം പെങ്ങളെ കാണാൻ വന്ന ആങ്ങള അങ്ങനെ പെങ്ങള് ആങ്ങളെ വിളിച്ചിട്ട് പുരക്കിരുത്തി. അളിയൻ വന്നിട്ട് ഈ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുറച്ച് വർത്താനം പറഞ്ഞ ശേഷമാണ് മനസ്സിലായത് അളിയന് പൈസേന്റെ ആവശ്യമുണ്ട്. അതിനുശേഷം അളിയൻ ചെയ്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ഡൗട്ട് ഉണ്ടാവും, അളിയൻ ചെയ്ത കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പൈസക്ക് കടം ചോദിക്കുന്നത് ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഒന്നല്ല. ആർക്കായാലും പൈസക്ക് ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് സാധാരണ. സത്യത്തിൽ അളിയൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടാ. ഒന്ന് കണ്ടോക്കി. നിങ്ങൾ ആരുടെങ്കിലും വാങ്ങിത്തരുമോ? അങ്ങനെ അടുത്ത മാസം കൊണ്ട് തിരിച്ചു കൊടുക്കാം. ഞാൻ നോക്കട്ടെ എന്നാല്. ആ റൂഫ്ക, എനിക്ക് അത്യാവശ്യമായിട്ടൊരു പൈസ വേണമായിരുന്നു. ഒരു 50,000 രൂപ. അല്ല അളിയന് വേണ്ടിയിട്ടാണ്. ഓൻ അങ്ങോട്ട് വരും, എന്നാൽ പിന്നെ കൊടുക്കണേ. ആ ശരി. അല്ല അടുത്ത മാസം തിരിച്ചു തരും. ആ എടാ, നീ പീടിയല്ലേ റൂഫ്ഖാനോട് പൈസ മേടിച്ചോ പോയിട്ട്. അടുത്ത മാസം തന്നെ തിരിച്ചു കൊടുക്കാനാടാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഓക്കെ ശരി. പിന്നെ ഇതാ ഞാൻ പോയി എന്നാലേ. ആ റൂഫ്ക, ഓനങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പൈസ കൊടുത്തേക്കണ്ടേ, പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പറഞ്ഞേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കലായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കിയാൽ മതി. ആ ശരി ശരി. റഫീഖാന്റെ ഫോൺ എടുക്കാൻ മറന്നു. പിന്നെ റഫീഖ, നിങ്ങളെ ആ പൈസ സെറ്റാക്കണ്ട കേട്ടോ, ഞാൻ വേറെ നോക്കിക്കോളൂ. പിന്നെ നിങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്ട. സിയാദെ, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടടാ, അത് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. ഉമ്മ വിളിച്ചതിന് തന്നെ എനിക്ക് വിസേൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. നീ റഫീഖ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ചിലരങ്ങനെയാ, നമ്മളെ മുന്നും തോന്നുന്നു, നമ്മൾ പോയി കഴിഞ്ഞാൽ വേറൊന്നും. നീ അത് കാര്യമാക്കണ്ട. ഞാൻ പൈസ അയച്ചു തരാട്ടാ.